ചെയ്തിട്ട് നമ്മളെ ബുദ്ധിനെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെയും എല്ലാം സംശയം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ഈ MPD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് ഒരു ബന്ധത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുന്നവരോട് നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഒരു അവയർനെസ് എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരിക നമ്മള്? ഇപ്പോ ഗ്യാസ് ലൈറ്റിംഗ് വളരെയധികം സിവിയർലി ഒരു മനുഷ്യനിലെ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേറ്റീവ് ആക്ട് ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം സീരിയസ്നെസ്സോടുകൂടി ഇപ്പോഴും മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മളെ സൈക്കോളജിക്കലി നമ്മളെ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ ബ്രെയിനെ ഡാമേജ് ചെയ്യിക്കുകയാണ്. നമ്മളെ ബ്രെയിനെ ലിറ്ററലി ഡാമേജ് ചെയ്യിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ ഒരു കോൺസ്റ്റന്റ്ലി ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ഒരു CPTSD ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ട്രോമ വന്ന് അല്ലെങ്കിൽ സ്വന്തം റിയാലിറ്റി തെറ്റാണെന്ന് നിരന്തരം വിശ്വസിക്കാനായിട്ട് ശീലിപ്പിക്കപ്പെട്ട്, അതായത് സ്വയം ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. എന്റെ റിയാലിറ്റി ശരിയാണോ, ഞാൻ വിശ്വസിക്കുന്നത് ശരിയാണോ, അപ്പൊ ഞാൻ കണ്ടത് ശരിയല്ലേ, ഞാൻ എവിഡൻസ് സഹിതം കണ്ട ഒരു കാര്യം ശരിയല്ല എന്ന് വിശ്വസിപ്പിച്ച് അപ്പൊ ഇവിടെ കൂടുതൽ അത് വർക്കാവാനുള്ള കാര്യം അത് നമ്മളെ ഈ പറയുന്ന പോലെ ഹാം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വ്യക്തിയുമായിട്ട് ട്രോമ ബോണ്ടഡ് ആയിരിക്കാം. നമ്മൾ ആ ട്രോമ ബോണ്ടിങ് കൂടെ ഒരു കാരണമാണ്. പക്ഷെ സബ് കോൺഷ്യസ്ലി ആണ് ഈ ട്രോമ ബോണ്ടിങ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് അറിയുന്നില്ല, ഇത് തീവ്രത എത്രത്തോളം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ പിന്നെ റിയാലിറ്റി വിശ്വസിക്കാനും പിന്നെ നമുക്ക് ആ ഒരു തിരിച്ച് പഴയതുപോലെ നമ്മളൊരു വ്യക്തിയെ വിശ്വസിക്കാൻ പാകത്തിലേക്ക് തന്നെ ഒരവസ്ഥയിലേക്ക് വരാൻ തന്നെ ഒരു നല്ല സമയമെടുക്കും. അതെന്ന് പറയുന്നത് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയെ നമ്മളിപ്പോ നോ കോണ്ടാക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ പറയുന്നത് 1 വർഷം മുതൽ 3 വർഷം വരെ എന്നാണ് സയൻസിൽ പറയുന്നത് ഈ ഒരു കംപ്ലീറ്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട്. അതിന് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇത് ഡിപ്പെൻസ് അപ്പോൺ ഒരുപാട് കാര്യങ്ങൾ റിക്കവറിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം പിന്നെ അങ്ങോട്ട് ലൈഫിൽ നച്ചറിങ് ആയിട്ടുള്ള ഒരു സ്പേസിൽ കണ്ടിന്യൂ ചെയ്യും. രണ്ടാമത്തെ കാര്യം പിന്നെ അങ്ങോട്ട് നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നിർത്താൻ കഴിയും, നമുക്ക് പ്രാക്ടിക്കലി കഴിയും. ഈ 2 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് പിന്നെ ഇതിൽ നിന്ന് റിക്കവറി എത്രത്തോളം നമുക്ക് ഉണ്ടാകുന്നത്. ഇത് കാരണമുള്ള ഡാമേജിൽ നിന്നുള്ള റിക്കവറിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഗ്യാസ് ലൈറ്റിംഗ്, പ്രത്യേകിച്ച് ഗ്യാസ് ലൈറ്റിംഗ് ഏറ്റവും ഹൈ ഫോം ഓഫ് നമ്മളൊരു മാനിപ്പുലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ റിയാലിറ്റി തെറ്റാണ് എന്ന് വിശ്വസിപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡാമേജുകളിൽ ഞാൻ ഏറ്റവും വലുതായിട്ട് കാണുന്നത് സെൽഫ് എസ്റ്റീം അങ്ങേ അറ്റം താന്നു പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡാമേജുകൾ ഉണ്ടായിരിക്കും മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, പല ആങ്സൈറ്റി കൂടുന്ന പ്രശ്നം അല്ലെങ്കിൽ ഇൻസോമിയ, നമുക്ക് നേരെ റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെൽഫ് എസ്റ്റീമിന്റെ കുറവാണ്, സെൽഫ് കോൺഫിഡൻസിൽ വരുന്ന ഒരു ഇതാണ്. അപ്പൊ ആ ഡാമേജ്, അതിന് വരുന്ന ഡാമേജ്, അപ്പൊ നമ്മളുടെ റിയാലിറ്റി ഒന്നും ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്നൊന്നും റിയാലിറ്റി അല്ലേ, അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നൊന്നും അല്ലേ, അപ്പൊ ഞാനൊരു മന്ദബുദ്ധിയാണ്, ഞാനൊരു പൊട്ടബുദ്ധിയാണോ എന്ന് തന്നെ വ്യക്തിമായിരിക്കുന്ന വ്യക്തി സ്വയം പറഞ്ഞുകൊണ്ടിരിക്കും അവരോട് തന്നെ. ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണ്, അതായത് ഈ ഒരു ഇന്നർ ക്രിട്ടിക്, നമ്മുടെ ഒരു ഇന്നർ ക്രിട്ടിക്കിന്റെ വോയിസ് തന്നെ ഈ അബ്യൂസറിന്റെ വോയിസ് ആയി മാറപ്പെടുകയാണ് ഒരുപാട് നാൾ നമ്മൾ അറിയാതെ തന്നെ. അപ്പൊ നമ്മൾ പിന്നെ ഇത് നോ കോണ്ടാക്റ്റിൽ വന്നാലും അത് തന്നെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. പലപ്പോഴും പറയുന്നത് നമ്മളൊരു നോ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ മുഖം പോലും കാണാതെ ഒരു 30 days എങ്കിലും നമ്മൾ ഇരിക്കണം എന്നാണ്. അറ്റ്ലീസ്റ്റ് ഫോട്ടോ പോലും ഓൺലൈനിൽ കാണാതെ ഒരു 30 days കംപ്ലീറ്റ്ലി ആ ഒരു ഇത് വേണം. ഇങ്ങനെ ഒരു ഫുള്ളി ഡിറ്റോക്സിഫിക്കേഷൻ. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന നമുക്ക് റിക്കവറിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താണ് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് തന്നെ. കാരണം അത്രയും ഹൈ ഫോം ഓഫ് ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടാക്ടിക്. ഇത് വൺ ഓഫ് ഈ ഇവരുടെ ഒരുപാട് ടാക്ടിക്കുകൾ, ഗിൽറ്റ് ട്രിപ്പിംഗ്, ബ്ലെയിം ഷിഫ്റ്റിംഗ്, ഹിസ്റ്ററി റീറൈറ്റിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്യാസ് ലൈറ്റിംഗ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സെൽഫ് കോൺഫിഡൻസ് എന്റെ കാര്യത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത് ഈ ഗ്യാസ് ലൈറ്റിങ്ങിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതായത് വൈ എന്നൊരു കാര്യം നമ്മൾ ഇവിടെ ചോദിക്കുമ്പോൾ ഇവിടെ ഇതങ്ങ് ഷിഫ്റ്റ് ആവും. അതായത് എന്തിനാണ് ഇപ്പൊ ഈ ഒരു വ്യക്തിയാണല്ലോ പറയുന്നത്, നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവര് പറയുന്ന പോലെയാണോ ആക്ച്വലി ഞാൻ ശരിക്കും ഒരു ക്വാളിറ്റിയും ഇല്ലാത്തൊരു വ്യക്തിയാണോ ഞാൻ എന്ന് ആക്ച്വലി എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ ഒരു പോയിന്റ് എന്തായാലും എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. നമ്മൾ ഗ്യാസ് ലൈറ്റ് ചെയ്ത് പെട്ട് നമ്മൾ തന്നെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. അവിടെ നമ്മൾ ഒന്ന് സൈക്കോളജിക്കൽ റിസർച്ച് ഒക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മൾ വായിക്കാൻ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ നമ്മുടെ ക്വാളിറ്റീസ്, എന്തായാലും ഒരു ഹ്യൂമൻ ബീങ്സിന് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഹ്യൂമൻ ബീങ് ഉണ്ടാവില്ല, എബിലിറ്റീസ് ഇല്ലാത്ത ഹ്യൂമൻ ബീങ്സ് ഉണ്ടാവില്ല. നമ്മളിൽ പല എബിലിറ്റീസും ഉണ്ടായിരിക്കും, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരാളിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നല്ലാതെ നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ ഇരുന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് ആക്ച്വലി കിട്ടിയാലേ
നമുക്ക് ആ ഗ്യാസ് ലൈറ്റിങ്ങിന്റെ ആ ഒരു ഡാമേജിനെ ശരിക്കും ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മുടെ ക്വാളിറ്റീസ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ക്വാളിറ്റി എന്ന് പറയുന്ന എമ്പതി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. ഈ അത് മാത്രമല്ല, പലപ്പോഴും ഹൈ അച്ചീവേഴ്സ് ആയിട്ട് ഇരിക്കാൻ കഴിവുള്ള വ്യക്തികളെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം അവർക്കറിയാം ഈ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരാൾ നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന ആൾ നമ്മൾ ഒരു കഴിവില്ലാത്ത ആളാണെങ്കിൽ എന്തിനു നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചാൽ തന്നെ ഇതിന് ഉത്തരം ഉണ്ട്. അതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. നമ്മളുടെ കഴിവുകളുണ്ട്, നമ്മളുടെ അബിലിറ്റീസ്, നമ്മൾ ഹൈ അച്ചീവേഴ്സ് ആയിട്ട് ഇരിക്കാൻ കഴിയുന്നവരാണ്, നമ്മൾ വളരെ ഹൈ എമ്പതി ഉള്ള മനുഷ്യരാണ്. ഒരു മനുഷ്യന് വിഷമം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുന്ന ആൾക്കാരാണ് നമ്മൾ. അതിലൊരു വളരെ വലിയൊരു കഴിവ് ചുറ്റുമുള്ളവർക്ക് ഇല്ലാത്തേക്കാൾ വലിയ കഴിവുകൾ. ഇത് ഈ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡായി വന്നാൽ, ഈ ഒരു തിരിച്ചറിവ്, പലപ്പോഴും ആ ഒരു തിരിച്ചറിവ് പോലും റിക്കവറിയിൽ നമ്മളെ വളരെ ദൂരം എത്തിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇതിന്റെ കോർ ആയിട്ടുള്ള കാര്യം അതാണ് റിക്കവറിയുടെ. നമ്മുടെ ആ തിരിച്ചറിവാണ്. നമുക്കുണ്ട് ക്വാളിറ്റീസ്, ഓക്കെ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പല കാര്യങ്ങളും. നമുക്ക് ഇത്രയും ഇങ്ങനെ ഒരാളിനെ ഇത്രയും വർഷം സഹിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഈ അബ്യൂസ് സഹിച്ച് ഇത്രയും നാൾ ബ്രേക്ക് ആവാതെ ഇരിക്കാൻ പറ്റുമെങ്കിൽ, അത് തന്നെ ഏറ്റവും വലിയ എവിഡൻസ് ആണ് നമുക്ക് വലിയൊരു എബിലിറ്റി ഉള്ള വ്യക്തിയാണ് എന്നുള്ളത്. ഇന്ന് അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കീ ആയിട്ടുള്ള ഫാക്ടർ എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറേ, നമ്മള് ഈ ഒരു റിലേഷൻഷിപ്പില് പലതരം അബ്യൂസുകൾ ഫേസ് ചെയ്യുന്നുണ്ടല്ലോ. അത് പലരും ഐഡന്റിഫൈ ചെയ്യും, ഫിസിക്കൽ അബ്യൂസ് ആയിട്ടും ഇമോഷണൽ അബ്യൂസ് ആയിട്ടും ഒക്കെ ഐഡന്റിഫൈ ചെയ്യും. പക്ഷെ ഈ വിക്ടിം വളരെ കാലം ഇതിനകത്ത് ട്രോമ ബോണ്ടഡ് ആയിട്ട് നിൽക്കും. അതെന്ത് റീസൺ കൊണ്ടായിരിക്കും ഈ വിക്ടിം ട്രോമ ബോണ്ടിങ് അത്ര ശക്തമായി നിൽക്കുന്നത്? അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ആ ട്രോമ ബോണ്ടിങ് വിട്ടുവിട്ട് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നത്? ഞാൻ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കേസ്, ഒരു കുട്ടിയുടെ കാര്യം ഇതുപോലെ ട്രോമ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ട്രോമ ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ മനസ്സിലാക്കേണ്ട കാരണം ഉള്ളത് കൊണ്ടാണ്. കാരണം ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ സ്റ്റോക്ക്ഹോം സിൻഡ്രോം പറയുന്ന അതിനെ പോലെ തന്നെ അത്രയധികം സിമിലർലി നമ്മളെ ഒരു വ്യക്തിയെ എന്താ പറയുന്ന പാരനോയിയയിലേക്ക് വരെ എത്തിക്കുന്ന, നമ്മൾ ഭ്രാന്തെന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഒരു വ്യക്തി എത്തിക്കാൻ കഴിയുന്ന ഫോം ഓഫ് ഒരു ബോണ്ടിങ് ആണ് ഈ ട്രോമ ബോണ്ടിങ്. അബ്യൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ തെറാപ്പിസ്റ്റുകളിലേക്ക് പോകും തോറും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇതൊരു റിയൽ അവസ്ഥയാണെന്നുള്ള രീതിയിൽ വേണം നമ്മൾ ആ ഒരു വ്യക്തികളോട് സംസാരിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും എമ്പതിയോടെ റെസ്പെക്റ്റോട് കൂടി വേണം ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാനാണ് ഞാൻ പേഴ്സണലി കരുതുന്നത്. കാരണം അത് അനുഭവിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമില്ല. അതായത് അനുഭവിച്ചിട്ടുള്ളവർക്ക് വളരെ നന്നായിട്ട് അറിയായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒന്ന് ഈ ഓക്സിറ്റോസിനും നമ്മൾ ഈ ഹോർമോണൽ, ഒന്നാമത്തെ കാര്യം ഈ കെമിക്കൽ ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ. അതായത് ഇങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് ട്രോമ ബോണ്ടഡായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഈ ഓക്സിറ്റോസിൻ, ഈ പറയുന്ന ഡോപ്പാമിൻ, കോർട്ടിസോൾ എന്ന് പറയുന്ന 3 ഹോർമോണുകൾ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവരെങ്കിലും ലവ് ചെയ്യുന്ന സമയത്ത് അതാണോ ശരിക്കുള്ള ഇവർ, അത് നമുക്കറിയില്ല. ശരിക്കും ഇവർ സത്യം പറയുമ്പോൾ നമുക്ക് ലോജിക്കലി അറിയാൻ പറ്റും ഇവർ പറയുന്നതൊക്കെ നമുക്കെതിരെയാണ്, ഇവരാണ് ശരിക്കും പ്രോബ്ലം ആയിട്ടുള്ള പേഴ്സൺ. എന്നാൽ ഈ ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഈ പേഴ്സൺ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നിരന്തരമായിട്ട് വരുന്ന, ഇയാളോട് വീണ്ടും സിമ്പതി തോന്നുന്ന ഒരവസ്ഥ. അപ്പൊ ഇത് ഈ ഹോർമോണലായിട്ടുള്ള ഇംബാലൻസ് വളരെയധികം ഉള്ളത് ഒന്നാമത്തെ കാരണമാണ് ഇതിനകത്ത്. ഈ ട്രോമ ബോണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈ കെമിക്കൽ ഇംബാലൻസ് ആണ്. ഇത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കും ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നമ്മുടെ ശരികൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമുക്ക് അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും ഉണ്ട്. അത് നമ്മളറിയാതെ ഫോമായി വരുന്നതാണ്, സബ് കോൺഷ്യസ്ലി നമ്മളറിയാതെ ഫോമായി വരുന്നുണ്ട് ഈ ഒരു സാധനം. അപ്പൊ അത് അങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഭയങ്കരമായിട്ട് വളരെയധികം വിക്ടിമായിരിക്കുന്ന വ്യക്തിയെ അഫക്ട് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം ഒരേ സമയത്ത് ഞാനിപ്പോൾ ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്, സെഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കുമെങ്കിലും അവർക്ക് ഈ വ്യക്തിയെ വീണ്ടും നിലനിർത്തണം. ആ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ നിലവിലുള്ളത്. അതായത് അവർക്കിപ്പോൾ നിലവിൽ ആ ഒരു വ്യക്തിയെ കൂടെ ഉണ്ടാവണം, ഈ അബ്യൂസ് ചെയ്ത ആളെ കൂടെ നിർത്തണം. ഇത് റിയൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഇപ്പൊ ഇത് കേൾക്കുന്ന ഒരാളാണെങ്കിൽ ഞാനത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഓക്കെ, ഇത് റിയൽ ആയിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. ഈവൻ ദോ അത് ലോജിക്കലായിട്ട് നമുക്ക് ലോജിക്കലല്ല എങ്കിൽ പോലും ആ ഒരു കാര്യം ലോജിക്കലായിരിക്കില്ല. അബ്യൂസ് ആയിരിക്കുന്ന ആളെ പിന്നെയും നിർത്തണം, പിന്നെയും അയാളോടൊപ്പം ജീവിക്കണം, അയാളെ നന്നാക്കി എടുക്കണം എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പൊ ഈ ഒരു ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥയിൽ എനിക്കൊന്ന് ട്രോമ ബോണ്ടിങ് വളരെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന കഥ. ഈ ബീസ്റ്റ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം, ആരും ബീസ്റ്റിനോട് സഹകരിക്കില്ല. പക്ഷെ ബ്യൂട്ടി ആയിട്ടുള്ള ഈ പെൺകുട്ടി ഈ ബീസ്റ്റിനെ സ്നേഹിച്ച് ശരിയാക്കി എടുക്കുന്നതാണ് ഈ
ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറഞ്ഞ കഥ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ഒരു കഥയാണ് എന്ന് ആലോചിക്കണം. അതായത് ഈ റിയൽ ലൈഫിൽ ഇതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. നമ്മൾക്ക് അങ്ങനെ ഒരിക്കലും ശരിയാക്കാൻ പറ്റാത്ത ഒരാളെയാണ് നമ്മൾ ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ നന്നാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ആ ഒരു ശ്രമം നമ്മളിലേക്ക് വരുന്നത് ഈ ലവ് ബോംബിംഗ് സ്റ്റേജിലെ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്ന സബ് കോൺഷ്യസ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ് ഈ വ്യക്തിയുമായിട്ട്. അതിൽ പ്രത്യേകിച്ച് ഞാൻ സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിങ്ങിനും വളരെ വലിയ പങ്കുണ്ട്. അതായത് നമ്മളെ ചൈൽഡ്ഹുഡിന് പ്രത്യേകിച്ച് സ്ത്രീകളെ പീസ് മേക്കേഴ്സ് ആയിട്ടാണ് വളർത്തി വലുതാക്കുന്നത്. ആദ്യം പീസ് മേക്കർ ആകേണ്ടത് സ്ത്രീകളാണ്. സ്ത്രീകളാണ് എല്ലാം ഫിക്സ് ചെയ്യേണ്ടത്, സ്ത്രീകളാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്, സ്ത്രീകളാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ആദ്യം ഇതാക്കി കൊടുക്കേണ്ടത്. അതായത് സഹനം എന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ ഭയങ്കര കൾച്ചറലി നമുക്കുള്ള നമ്മുടെ പാരന്റ്സും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരും ഇങ്ങനെ കണ്ടീഷൻ ചെയ്താണ് സ്ത്രീകളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പാട്രിയാർക്കിയൊക്കെ ഉണ്ടായ കാലം മുതലേ ഇന്റർ ജനറേഷണൽ ആയിട്ട് സ്ത്രീകളിൽ ഇത്തരം കണ്ടീഷനിങ് സ്ത്രീകളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് കുഞ്ഞുകുട്ടി നമ്മുടെ ബ്രെയിൻ ഫോം ചെയ്യുന്ന കാലം മുതലേ തന്നെ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ കെയർ ഗീവർ ആവേണ്ട റെസ്പോൺസിബിലിറ്റി, ആ ഒരു കാര്യം, അതായത് ഈ മദർലി ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതൊക്കെയാണ് പലപ്പോഴും ഈ സ്ത്രീകളിലെ എക്സ്ട്രാ എഫക്റ്റീവ് എംപതി ഒക്കെയാണ് ട്രോമ ബോണ്ടിങ് വളരെയധികം സ്ത്രീകളിൽ പ്രിവിലന്റ് ആയിട്ട് കാണാനുള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ ഈ വ്യക്തിയോടുള്ള ഈ ലോജിക്ക്, നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇത് മാത്രമല്ല, നമ്മുടെ കണ്ടീഷനിങ്, ചൈൽഡ്ഹുഡിലുള്ള കണ്ടീഷനിങ്, പിന്നെ ഈ പറയുന്ന ഞാൻ ആദ്യം പറഞ്ഞ ഈ ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള ഈ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാവുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി ഡൈനാമിക്സിലാണ് വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ, നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളതെങ്കിൽ, ഈ ട്രോമ ബോണ്ട് ആകുന്ന വ്യക്തിയോട് നമ്മൾ വിചാരിക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും നമ്മൾ ഫെമിലിയർ ആണ് ഓൾറെഡി ഈ ഒരു ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലി ഡൈനാമിക്സിൽ. അതായത് നമ്മുടെ പാരന്റ്സിൽ ആരെങ്കിലും ചിലപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം, നമ്മൾ അങ്ങനെ ഒരു പാരന്റിങ് അനുഭവിച്ച ആളായിരിക്കാം, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ നോർമൽ ആയിട്ടുള്ള ഇതിൽ തന്നെ കൺട്രോൾഡ് പാരന്റിങ് ആയിരിക്കാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ സ്ത്രീകളിൽ വളരെയധികം ചാൻസ് കൂടുതലാണ് സബ് കോൺഷ്യസ്ലി ഫെമിലിയർ ആണ് എന്ന് വിചാരിക്കാനായിട്ട്. അതായത് ഇത്തരം ആളുടെ ഒരു കൊലൈകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങ് സഹിച്ച് ശരിയാക്കി കൊടുക്കണം എന്നുള്ളൊരു കാര്യം സബ് കോൺഷ്യസ്ലി തന്നെ നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും പലപ്പോഴും മെജോറിറ്റി സ്ത്രീകൾ ഉണ്ടായിരിക്കും. അതത്ര പെട്ടെന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഈ കണ്ടീഷനിങ് ആയിട്ടുള്ള കാര്യം ഈ പലപ്പോഴും ലോജിക്കലി നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെ ഒരു സൈഡിൽ വീണ്ടും ഈ അബ്യൂസറിനോട് സിമ്പതി തോന്നുന്ന, വീണ്ടും അവരോട് ഒരു ദയ തോന്നുന്ന ആ ഒരു സൈഡ് ഉണ്ടായിരിക്കും. അത് ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. കാരണം ഒരു മെയിലായിട്ടുള്ള എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇത് കുറച്ചുകൂടെ ലോജിക്കലായിട്ട് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ സ്ത്രീകൾക്ക് അത് എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അത് അവരുടെ കുറവായിട്ടല്ല ഞാൻ കാണുന്നത്, അതിന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇത്തരം കാരണങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് അത്രയും ഹാർഡ് ആവുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. ഇത് പക്ഷേ നമുക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കാനും കൂടെ പറ്റുന്നില്ല എന്നുള്ളത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. കാരണം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും അത്രയും അവയർനെസ് ഉള്ള ഒരാൾക്ക് പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. കാരണം ഇത് അനുഭവിക്കുന്ന ആൾക്ക് അറിയാം അതിന്റെ വേദന എന്താണ്. ഒരേ സമയത്ത് പലപ്പോഴും നമ്മളെ തന്നെ നമ്മൾ ചോദ്യം ചെയ്തു പോകും. പലപ്പോഴും ഞാൻ ഈ ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള സ്ത്രീകൾ എന്നോട് നിരന്തരം ചോദിക്കുന്നത്, എനിക്കാണോ നാർസിസം, ഞാനാണോ നാർസിസ്റ്റ്, സാർ എന്നോട് സാർ ഒന്ന് പറയൂ. ഞാൻ അതിന്റെ വേദന മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ അനുഭവിക്കുന്ന വേദന ശരിക്കും പറഞ്ഞു. കാരണം ഒരേ സമയത്ത് അവർക്ക് അറിയാം ലോജിക്കലി ഇതാണ് പ്രശ്നമെന്ന് അറിയാം, എന്നാൽ അവരിലേക്ക് വരുന്ന ഇത്തരം ഫീലിങ്ങുകളെ അവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർക്ക് തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തിനാണ് ഈ ഒരു ഫീലിംഗ് ഇപ്പൊ വന്നുകൊണ്ട് വീണ്ടും ഇയാളോട് എന്തിനാണ് എനിക്ക് തോന്നുന്നത്? ഇത്തരം പല കാരണങ്ങളുള്ള